അഡ്വക്കേറ്റ് അരുൺകുമാർ, ശ്രീകുമാറിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് താങ്കൾ നേരത്തെ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് 2019-20 ഓഡിറ്റ് റിപ്പോർട്ട് 2022 പ്രസിദ്ധീകരിച്ചതാണ് ഞാനിപ്പോൾ വായിക്കുന്നതും. അതിൽ എന്താണ് സംഭവിച്ചത്? കൃത്യമായ ഓഡിറ്റിംഗ് അവിടെ നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദേവസ്വം ബോർഡിനെ അറിയിച്ച കത്തിന് പോലും കൃത്യമായി മറുപടി കൊടുത്തിരുന്നില്ല എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദേവസ്വത്തിന് അയച്ച കത്ത് പ്രകാരം 2019 ദേവസ്വത്തിൻ്റെ കൈവശമുള്ള ആനക്കൊമ്പ് വിവരങ്ങൾ 10 ദിവസത്തിനകം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും വിവരം അറിയിക്കുകയോ ദേവസ്വത്തിൻ്റെ കൈവശമുള്ള താഴെപ്പറയും പ്രകാരമുള്ള കൊമ്പുകൾ പല ദിവസങ്ങളിൽ പല കിലോ കണക്കിന് കൊമ്പുകൾ വനം വകുപ്പിനെ ഏൽപ്പിച്ചതായോ കാണുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നതാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ 10 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 2022 വരെ ആയിട്ടും കൃത്യമായ രേഖകൾ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ദേവസ്വം ബോർഡിൻ്റെ 2022 ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിൽ ദേവസ്വത്തിൻ്റെ നടവരവ് വരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. 513 ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം. സ്വർണം, വെള്ളി മുതലായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഭൗതിക പരിശോധന നടത്തുന്നില്ല. 1.9 ഈ ഉള്ള കാര്യം. അതായത് ഇതിൽ ഏതെങ്കിലും മോഷണം പോയിട്ടുണ്ടോ, അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. കൃത്യമായി രേഖകൾ അവിടെ സൂക്ഷിക്കുന്നതിൽ വീഴ്ച വന്നു എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങയുടെ കൈവശം ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. രണ്ടായിരത്തി 19-20 കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു എന്നുള്ളത് കൃത്യം. ഈ ഓഡിറ്റ് നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഇന്ന കാര്യങ്ങളിൽ ഇന്ന ക്ലാരിഫിക്കേഷൻ വേണമെന്നതാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുക. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുന്ന ഒരു മേഖലയാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള മഗസറോ റിപ്പോർട്ടോ രേഖകളോ ഹാജരാക്കുമ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ആ സംശയങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് എല്ലാം പ്രവർത്തിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സർവൈലൻസിന്റെ ഭാഗമായിട്ടാണ്. ഈ വിഷയങ്ങളെല്ലാം കോടതിയുടെ മുമ്പാകെ വരികയും കൃത്യമായി വനം വകുപ്പിന്റെ കയ്യിൽ ഉള്ള രേഖകളും അതിൻ്റെതായിട്ടുള്ള ഫയലുകളും പരിശോധിച്ച് ഒരു തരത്തിലുള്ള കുറവും ഇല്ലെന്ന് കോടതി കണ്ടെത്തി ക്ലോസ് ചെയ്തതാണ്. ഇപ്പൊ താങ്കൾ 22 എന്ന് പറഞ്ഞാലും 3 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ BJP നേതാവ് എന്താ കോട്ട് ചെയ്തേ? ഗുരുവായൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വാർത്ത കൊണ്ടുവന്നല്ലോ. ഇനി തൃപ്പൂണിത്തുറയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ശരിയാണോ? സ്വർണം തിരിച്ച് കണ്ടെത്തുന്നത് അപ്പോഴാണ്. പലയിടങ്ങളിലും വേണ്ടത്ര രീതിയിൽ ഡോക്ടർ അരുൺ ഡോക്യുമെന്റേഷൻ നടക്കുന്നില്ല. ശബരിമലയിൽ തന്നെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്ന ശബരിമലയിൽ തന്നെ വേണ്ടത്ര രീതിയിൽ ഒരു രേഖയും സൂക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് ദേവസ്വം ബെഞ്ചല്ലേ? അല്ല, ഒറ്റ കാര്യം, നിങ്ങൾ ഈ വാർത്തയിൽ നിൽക്ക്. ഇന്ന് രാവിലെ നിങ്ങൾ ലീഡിംഗ് വാർത്തയായി ഈ വാർത്ത കൊടുക്കുമ്പോൾ ഒന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ കമന്റ് നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ലേ? സാങ്കേതികത്വം മാത്രമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. സാങ്കേതികത്വം മാത്രമാണ്, ആരും പൈപ്പിടാൻ തയ്യാറായില്ല. സാങ്കേതികത്വം മാത്രമാണെന്നാണ് പറഞ്ഞത്. ഓഡിറ്റ് റിപ്പോർട്ട് അവർ നിഷേധിച്ചിട്ടില്ല. അല്ല, ഞാൻ പറയട്ടെ മിസ്റ്റർ, നിങ്ങൾ എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്? ഇത്തരത്തിലൊരു വാർത്ത ഒറ്റമിട്ട് ഒരുപാട് സംശയത്തിന്റെ നിഴലിൽ കാണുന്ന ഇത്തരം വാർത്ത ഒറ്റമിട്ട് അല്ല നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾക്ക് ഇതൊക്കെ വലിയ വാർത്തയായിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കേണ്ട മേഖലയിലൊക്കെ പ്രചരിപ്പിച്ചിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ശബരിമലയിൽ ഇത്തരം സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അതിന് പീരയിടുന്നത് പോലെ മറ്റു ദേവസ്വം ബോർഡിലും ഇത്തരം പ്രശ്നമാണ്, മറ്റു ദേവസ്വം ബോർഡിൽ ഇത്തരം പ്രശ്നമാണെന്ന രൂപത്തിൽ ഒരു വാർത്ത നിങ്ങൾ ചമയ്ക്കുമ്പോൾ ആ വാർത്ത 3 വർഷം മുമ്പുള്ള ഓഡിറ്റ്, ഞാൻ പറയുന്നു ഇപ്പോഴും 6 വർഷം മുമ്പുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഒരു കമന്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആനയും ആനക്കൊമ്പുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റോഡിയന്മാരുടെ ഏതെങ്കിലും ഒരു അഭിപ്രായം കൊടുക്കണം. അല്ലാത്ത പക്ഷം ദേവസ്വം ബോർഡിന്റെ കയ്യിൽ രേഖകളിൽ നിന്ന് ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടെത്തിയാൽ വനം വകുപ്പിനോട് ചോദിക്കുന്നത് എന്തിനാണ്? ഒറ്റ മിനിറ്റ്. ആനയും ആനക്കൊമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ രേഖകളും സൂക്ഷിക്കേണ്ടത് അത് വനം വകുപ്പ് മാത്രമാണ്, അത് ദേവസ്വം ബോർഡ് അല്ല. വനം വകുപ്പിലേക്ക് കൈമാറി എന്നതിന്റെ രേഖകൾ ദേവസ്വം ബോർഡ് സൂക്ഷിക്കണം. എന്നിട്ട് എന്താണ് ഹൈക്കോടതി ഈ മറുപടിയുടെ അടിസ്ഥാനത്തിൽ 2022 ഇത് ക്ലോസ് ചെയ്തത്? എന്നാൽ അതിന്റെ തുടർ നടപടിയായിട്ട് ഹൈക്കോടതി പോയോ?
അല്ല, അതാണ് ഇനി അടുത്ത അന്വേഷണത്തിന് അടുത്ത ഘട്ടത്തിൽ വരേണ്ടത്. എന്താണ് ഇതിന് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇതെല്ലാം വളരെ കൃത്യമായി തൂക്കം കണക്കിലല്ലേ? ഇപ്പൊ ഈ ഓഡിറ്റ് റിപ്പോർട്ട് വന്നതിന് നമ്മളെ പഴിച്ചിട്ട് എന്താ കാര്യം? രേഖകൾ അവിടെ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ. ശരി, ആനക്കൊമ്പെല്ലാം വനം വകുപ്പിൽ ഉണ്ടായിരുന്നു. അത് കൃത്യമായി കൈമാറുമ്പോൾ രേഖകൾ മഹസറിൽ സൂക്ഷിക്കണമായിരുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ അരുൺകുമാറെ പ്രശ്നം, ദേവസ്വം ബെഞ്ച് ശബരിമലയിൽ അടക്കം കണ്ടെത്തിയിരിക്കുന്നത് പ്രോപ്പർ ആയിരുന്നില്ല ഡോക്യുമെന്റേഷൻ. അതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. അത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതല്ല, ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് എടുത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ടൈംസ് ഓഫ് ഇന്ത്യയും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ മിനിറ്റ്. നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് വരും. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അനോമലികൾ ചൂണ്ടിക്കാണിക്കുന്നത് ബന്ധപ്പെട്ട ഫയലുകൾ ആ പെരൂസലിന്റെ സമയത്ത് മുമ്പിൽ ഇല്ലാതെ വരികയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഹാജരല്ലാതെ വരികയും അത്തരം സാഹചര്യങ്ങളിൽ 1 by 1 ആയിട്ട് ചൂണ്ടിക്കാണിക്കും. അത് നിശ്ചിത ദിവസത്തിനുള്ളിൽ രേഖകൾ പരിശോധിച്ചും ഡോക്യുമെന്റുകൾ പരിശോധിച്ചും മൊഴികൾ എടുത്തും അതിൽ യെസ് ഓർ നോ തീരുമാനിച്ച് ഫൈനലൈസ് ചെയ്യും. അത് ഹൈക്കോടതിയിലടക്കം പരിശോധിച്ച് 3 വർഷം മുമ്പ് ക്ലോസ് ചെയ്ത വിഷയം ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ വച്ച് വാർത്ത കൊടുക്കുമ്പോൾ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാനിവിടെ പറഞ്ഞല്ലോ, ഈ ക്ഷേത്രത്തെ ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയെ കോട്ട് ചെയ്തുകൊണ്ട് നേരെ പോകുന്ന തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലേക്കാണ്. പക്ഷെ ഇതിനിടയിൽ അടൂർ ക്ഷേത്രം, അതുപോലെ തിരുവമ്പാടി ദേവസ്വം, അതുപോലെ ത്രിചന്ദമംഗലം ദേവക്ഷേത്രം, ഇത്തരത്തിൽ ആരോപണങ്ങളുള്ള നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ ചില ക്ഷേത്രങ്ങളെല്ലാം എത്ര ആരോപണം വന്നാലും കുഴപ്പമില്ല, ചിലത് വരുമ്പോൾ ഇതെല്ലാം ഗവൺമെന്റ് വലിയ കുംഭകോണം നടത്തുകയാണ് എന്ന് സുവർണാവസരം കാത്തു നിൽക്കുന്ന ചില ആളുകൾ ഈ ചർച്ചയിൽ തന്നെ പറയുന്നത് കേട്ടല്ലോ. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് വളമെടുത്തു കൊടുക്കുന്ന നയമായി മാറരുത് ഇത്തരം വാർത്തകൾ. സംശയത്തിന്റെ നിഴലിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഹിയർ ദി അതർ സൈഡ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സത്യസന്ധമായ കാര്യങ്ങൾ മറു സൈഡും ഇങ്ങനെയാണ് പറയുന്നത്. കമന്റ് ഷുഡ് ബി ഫ്രീ. നിങ്ങൾക്ക് ഏത് കമന്റും നിങ്ങളുടെ കൊടുക്കാം, പക്ഷെ ഫാക്ട്സ് ഷുഡ് ബി കറക്റ്റ്. അത് കറക്റ്റ് ആയിരിക്കണം എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ സുവർണാവസരത്തിന്റെ പുറകിൽ പോകുന്ന നിരവധി ആളുകളാണ്. ഒന്നും പറയാനില്ല. ഒരു രാഷ്ട്രീയ സാഹചര്യം പോലും ഈ കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷമായി ചൂണ്ടിക്കാണിക്കാനില്ല. ഈ നവംബർ മാസം 1-ാം തീയതി ഈ കേരളത്തിൽ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ, സ്പെഷ്യൽ നിയമസഭ കൂടി നടത്താൻ പോവുകയാണ്. പ്രകടന പത്രിക പൂർണ്ണമായി നടപ്പാക്കി അത് പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട UDF-ന്റെ കൺവീനർ പറഞ്ഞൊരു വാചകം അങ്ങ് ശ്രദ്ധിച്ചോ? അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വച്ച് അത് നടപ്പാക്കുന്നത് വിരോധാഭാസമാണ് എന്ന് പറയുന്ന ഒരു വാചകം. എന്താണ്? പലതവണ കേട്ടു നോക്കി, എനിക്ക് മനസ്സിലായില്ല. പ്രകടന പത്രിക എന്നുള്ളത് നടപ്പാക്കാനുള്ളതാണെന്നും അത് സമയബന്ധിതമായി നടപ്പാക്കി ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണെന്നും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണെന്നും അതാണ് തെരഞ്ഞെടുക്കപ്പെട്ടെന്ന ഒരു പാർട്ടിയുടെ, ഒരു ഗവൺമെന്റിന്റെ ചുമതല എന്നും തെളിയിച്ച ഗവൺമെന്റായി കേരളത്തിലുള്ളത്. ആ സമയത്താണ് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ച് 200 രൂപ പെൻഷൻ കൂട്ടാവോ എന്ന് ചോദിക്കുന്നു. ആ പെൻഷൻ കൂട്ടുന്ന വാർത്ത വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? ഇത്തരത്തിൽ ഈ കേരളത്തിന് ഒരു നേട്ടവും ഉണ്ടാകരുത്. ഇവിടെ ചർച്ച തുടങ്ങിയത് എന്താ? വാവർ സ്വാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിന്റെ മതസാഹോദര്യ അന്തരീക്ഷത്തെ തകർക്കാൻ UDF അല്ല BJP നടത്തിയ ഒരു പ്രോഗ്രാമിൽ നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തെ ഇതുവരെ UDF തള്ളിപ്പറഞ്ഞോ? കോൺഗ്രസ് തള്ളിപ്പറഞ്ഞോ? ഇത്തരത്തിൽ വർഗീയമായിട്ട് അത് പോകരുത്, ശബരിമലയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് N. ശ്രീകുമാർ അടക്കം നിരീക്ഷകരായി വരുന്നവർ ഇതുവരെ ചൂണ്ടിക്കാണിച്ചോ? ഇല്ലല്ലോ. ഇപ്പോൾ തന്നെ ഈ വിവാദമായ പ്രസ്താവന മിനിങ്ങാന്ന് നടത്തിയ നേതാവിന്റെ പാർട്ടിയുടെ പേരെന്താ? റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി വന്നിട്ടാണ് ഇവിടെ ബീഫും പൊറോട്ടയും കൊടുത്ത് പോലീസുകാർ കയറ്റിക്കൊണ്ടുപോയി എന്നെല്ലാം പറഞ്ഞ് പച്ചയായ കള്ളം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവർ വിവാദങ്ങളുടെ പുറകെ പൊക്കോട്ടെ. ഇവർ വികസന നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അത് പർവ്വതീകരിച്ച് കാണിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടോട്ടെ. ഇവർ കഴിഞ്ഞോടെ പ്രഖ്യാപിച്ചല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് ചെയ്യും അത് ചെയ്യും, ലൈഫ് മിഷൻ പിരിച്ചുവിടും, പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, കേരള ബാങ്ക് പിരിച്ചുവിടും, ആദ്രം പദ്ധതി അവസാനിപ്പിക്കും. അപ്പൊ കേരള ജനത എന്താ പറഞ്ഞ്? ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഈ വികസന നേട്ടങ്ങൾ ഒന്നും ചർച്ചയാക്കാതിരിക്കാൻ വിവാദങ്ങളുടെ പുറകെ തന്നെ പോകുന്ന UDF-നെയും BJP-യുമാണ് കാണുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയും. ഇവർ വിവാദങ്ങൾക്ക് പുറകെ പൊക്കോട്ടെ, ഞങ്ങൾ ഈ വികസന നേട്ടങ്ങളുടെ പുറകെ പോകും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി തന്നെ പോകും. എന്താ പറഞ്ഞത്? ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം കോൺഗ്രസും BJP-യും ഒരേ മനസ്സോടെ പറയുകയാണ് CBI എൻക്വയറി. വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് വേറെ നയമാണ്. എങ്ങനെ ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം
ഗവൺമെന്റ് തന്നെ മറ്റൊരു അന്വേഷണ ഏജൻസിയെ പ്രഖ്യാപിച്ചാൽ അത് ക്ലിയർ കേസ് ഓഫ് കണ്ടന്റ് ഓഫ് കോർട്ട് അല്ലേ? അപ്പോൾ ഒരു കോടതി അലക്ഷ്യം ചെയ്യാൻ വേണ്ടി 5 ദിവസം നിയമസഭ സ്തംഭിപ്പിക്കുന്നു. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസ സംഗമമെന്നും പറഞ്ഞ് ജാഥ നടത്തുന്നു. ആ കെ മുരളീധരൻ പറഞ്ഞില്ലേ ഇത്തരത്തിൽ നടത്തുമ്പോഴൊക്കെ, അതുകൊണ്ട് ആ പന്തലൊക്കെ പൊങ്ങിയ അതേ രൂപത്തിൽ തകർന്നു വീണ് നമ്മൾ കണ്ടില്ലേ? അവസാനം ആ കാലിക്കസേരയൊക്കെ നമ്മൾ കണ്ടു. ഇത്രയധികം വിവാദത്തിലേക്ക് കോൺഗ്രസും UDF-ഉം പോകേണ്ടി വന്നത് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഈ സമരത്തിന്റെ മുദ്രാവാക്യം ഒട്ടും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് ശ്രീ N. ശ്രീകുമാറിനൊക്കെ ചർച്ച ചെയ്യാം, ആക്രമിക്കാം, CPM-ന്റെ വിശ്വാസത്തെയും CPM-ന്റെ വിശ്വാസ സംരക്ഷണത്തെയും എല്ലാം എതിർക്കാം. പക്ഷേ ഏതൊരു വിശ്വാസിക്കും വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ, ആ വിശ്വാസത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഭരണഘടനാ അവകാശങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും. ആരെതിർത്താലും അവരുടെ അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. Debate with Dr. Arun Kumar.